അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും 200 കിലോ വെള്ളി മോഷണം പോയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതം. SIT അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. വെള്ളി ഇഷ്ടികകൾ നിയമപരമായി രൂപമാറ്റം വരുത്തിയതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. എന്റെ പൊന്നു ദൈവമേ, വാ തുറന്ന കള്ളം മാത്രം, അല്ലെങ്കിൽ വർഗീയ വിഷം, ഇത് മാത്രം പറയുന്ന ഒരു ചാനലാണ് നമ്മുടെ ജനൻ TV ചാനൽ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മുടെ നാട്ടുകാർ ഇതിനൊരു പുതിയ പേരിട്ടിട്ടുണ്ട്. പുതിയതല്ല, കുറച്ച് പഴയതാണ്. അത് അറിയാവുന്നവരുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേരെ. അറിയാത്തവർക്കൊക്കെ അറിയാൻ വേണ്ടിട്ടാ. എന്തായാലും ഇതിന്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അടിച്ചുമാറ്റൽ കണക്ക് ഈ ന്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ കടുത്ത അതൃപ്തിയിൽ RSS. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും അംഗം അനിൽ മിശ്രയും രാജിവെച്ചത് RSS നിർദ്ദേശപ്രകാരമെന്ന് സൂചന. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ കൂടുതൽ അറസ്റ്റ് തുടരുന്ന പോലീസ്. കാണിക്ക എണ്ണുന്നതിന് ബാങ്ക് നിയോഗിച്ച സ്വകാര്യ ഏജൻസിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഏജൻസി കാണിക്ക എണ്ണുന്നതിന് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത് ട്രസ്റ്റ് അംഗങ്ങളുടെ കൂടി ശുപാർശ പ്രകാരമാണെന്ന് വിവരം പുറത്തു വന്നിട്ടുണ്ട്. ആക്ച്വലി ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ആരാ അടിച്ചു മാറ്റിയത്, ഇതിന്റെ പിന്നിൽ ആരാ കളിക്കുന്നത്. ന്യായീകരണം, ഇലക്ഷനൊക്കെ വരുമല്ലേ, ആരാണ് ന്യായീകരിക്കുന്നത്, എല്ലാം മനസ്സിലായി. ഇവരുടെയൊക്കെ ഈ കളികൾ കാണുമ്പോഴാണ് ഈ സീൻ എനിക്ക് ഓർമ്മ. എന്തോന്നൊരുക്കം, ഒരു ലോറി പിടിക്കണം, 2 ചുമട്ടുകാരെയും വിളിക്കണം. ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യൻ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ, എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്.